ഇന്ന് നമ്മൾ ഇഫ്താർ റെസിപ്പീസായിട്ട് 2 സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഒന്ന് ഉള്ളിൽ ചമ്മന്തിയൊക്കെ വെച്ചിട്ടുള്ളൊരു മുട്ട ബജിയും, അതുപോലെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയെങ്കിലൊന്ന് പറഞ്ഞോളി കേട്ടോ, കമൻ്റായിട്ട് അറിയിച്ചോളി. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഞാനിതവിടെ ഒരു ക്യാരറ്റ് നല്ലപോലെ കഴുകി തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ക്രഷ് ചെയ്ത് നോക്കുമ്പോൾ തീരല്ല. അപ്പോൾ ഞാനൊരു പകുതി മുറിയും കൂടി ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 1.5 മുറി ക്യാരറ്റ് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കുക. രണ്ടും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരിയിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തും കൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ആ ക്രഷ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറച്ച് അധികം നിന്നോട്ടെ, അതുകൊണ്ട് കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ആ ഒരു പച്ചച്ചോവ അങ്ങോട്ട് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉന്നക്കായ്ക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയെടുക്കൂലേ, ആ ഒരു ഫില്ലിങ്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇത് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ ചാനലിലുണ്ട് ഇതിൻ്റെ ഒരു ഫില്ലിങ്സിൻ്റെ റെസിപ്പി, ഒന്ന് പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സ് ആയാൽ നമ്മളെ ഫില്ലിങ്സ് റെഡി. ഇനി നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 1/2 മുറി ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് മതി കേട്ടോ, ഞാൻ കാണിക്കുന്ന ആ ഒരു പീസ് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നല്ലപോലെ ഇതൊന്ന് പൊടിച്ചെടുക്കണം. ആ ക്യാരറ്റും മൈദയും കൂടി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. നമ്മൾ 2 കറക്കൽ ഇറക്കുമ്പോഴേക്കും ഇത് നല്ലപോലെ പൊടിയായിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ മൈദദോശ ചുടൂലേ, ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. നമ്മൾ സാധാരണ മൈദദോശ ചുടാൻ എങ്ങനെയാണ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്, ആ ഒരു ബാറ്ററായിട്ടാണ് വേണ്ടത്, ആ ഒരു തിക്കിലാണ് വേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ദോശ ചുട്ടെടുക്കാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ചുറ്റിച്ച് ദോശ ചുടാനൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നേർങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. തിരിച്ചു മറിച്ചു വിട്ടിട്ട് അധികം മുരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ സാദാ ദോശൻ്റെ ഒരു ഇതിലേക്കാക്കി എടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒരേ വലുപ്പത്തിലായി കിട്ടിയാൽ അത്രയും നല്ലത്. അധികം വലുതും ആവേണ്ട, അധികം ചെറുതും ആവേണ്ട, ഈ ഒരു പരുവത്തിലേക്കാട്ടോ വേണ്ടത്. അപ്പോൾ ദോശയൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ എല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗമായിട്ട് മറിച്ചിട്ട് കൊടുക്കുക. എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒട്ടിപ്പിടിക്കാണ്ട് പ്രത്യേകം നോക്കണം കേട്ടോ. അപ്പോൾ ദോശയൊക്കെ ചുട്ട് വെക്കുക. ഇനി നമുക്ക് 2 കോഴിമുട്ടയാണ് വേണ്ടത്. 2 കോഴിമുട്ട മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, 2 ഏലക്ക, അതുപോലെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇതും നമുക്ക് നല്ലപോലെ തന്നെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. ഇതേപോലെ നല്ലപോലെ കുറച്ച് വെള്ളം പോലെ ഉണ്ടാവും, നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ സോസ് പാനാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അടിയിൽ ഞാനൊരു പാത്രം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക. ഈ സമയത്ത് നമുക്ക് ദോശ ആ ഒരു മുട്ടയും നമ്മൾ പാലും കൂടി ഒഴിച്ചില്ല, ആ ഒരു മിക്സിലേക്ക് മുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫില്ലിങ്സ് റെഡിയാക്കിയില്ലേ, അതും കൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. ഇത് ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ഈ തണുപ്പിച്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു ഡെസേർട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഒരു ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ആ ഒരു പാലും മുട്ടേൻ്റെ മിക്സ് ഇതിൻ്റെ മേലത്തേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ റിപ്പീറ്റ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ദോശ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് മുക്കുക, എന്നിട്ട് മേലെ വെച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എല്ലാ ലെയറും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. മേലെ ഫില്ലിങ്സ് വെക്കുക, എന്നിട്ട് എല്ലാ ലെയറും ഇതേപോലെ തന്നെ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ആ ഒരു പാലിൻ്റെ മിക്സ് ഈ ഫില്ലിങ്സ് ചേർത്തതിന് ശേഷം മേലെ കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ലാസ്റ്റ് ലെയറിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് ആ ഒരു പാലിൻ്റെ മിക്സ് ബാക്കി വന്ന ഫുള്ളും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
എന്നിട്ട് നമ്മളിതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് വറുത്ത് വെച്ചില്ലേ ക്യാഷു, അത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. മുന്തിരി അണ്ടിപ്പരിപ്പും ഒക്കെ ഇതിൻ്റെ മേലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ മുട്ടേൻ്റെയൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് അടവൊട്ടി പിടിച്ചോളും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് മൂടി വെക്കാം. ഒരു 10-25 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. കൂടി വന്നാൽ ഒരു അരമണിക്കൂർ അതിൽ ആവില്ല. പിന്നെ അതാ നമ്മൾ ആവിയൊന്ന് പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ ഒരു എന്തെങ്കിലും വെച്ച് കുത്തി കൊടുക്കുക കേട്ടോ അവിടെ. അപ്പോൾ അതൊരു 10-25 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മേൽഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. മേൽഭാഗം കരിഞ്ഞു പോവാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. അടിഭാഗം ഇത് കറക്റ്റ് നല്ല നല്ല മുഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് മേൽഭാഗം ഒന്ന് ആയി കിട്ടിയാൽ അത് ഒരു ക്യാരറ്റ് ഉള്ളതുകൊണ്ട് ചെറുതായിട്ട് ഇതായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നല്ല തണിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ആ പച്ചച്ചൊവ പോയതിന് ശേഷം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അടുത്ത റെസിപ്പിയിലേക്ക് പോയാലോ. ഇത് നമ്മൾ സാധാ മുട്ട ബജിയിലും ഡിഫറെൻ്റായിട്ട് നമ്മളിതിലേക്ക് ഒരു ഫില്ലിങ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആൾ കുറവാണ്, അപ്പോൾ നിങ്ങൾ ആൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് ആ തോടൊക്കെ പൊട്ടി വരാനാണ്. മുട്ട നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടിച്ചിട്ട് അടമാറ്റി വെക്കാം. നമുക്ക് പണിയൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വേഗം ചെയ്ത് വെച്ചാൽ നോമ്പൊക്കെ അല്ലേ, അതുകൊണ്ട് ഇതൊക്കെ വേറെ റെഡിയാക്കി വെച്ചാൽ നമ്മൾ പണിയും അതുപോലെ വേഗം ഈസി ആയിട്ട് കഴിയും. അപ്പോൾ അതാ മുട്ടൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഞാനതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയൊക്കെ മുട്ടൻ്റെ തൊലിയൊന്നും കളയാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് വേണ്ട മാവും കൂടി റെഡിയാക്കി എടുക്കാം. ഞാനിത് ഒരു ബൗളിലേക്ക് കടലപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 100 ഗ്രാമോളം കടലപ്പൊടി ഉണ്ടാവും. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, അത് ഇങ്ങനെ തോലോട് കൂടി തന്നെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാകത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട്, വെള്ളം കൂടിപ്പോകരുത്, കുറച്ച് ഒഴിച്ച് നോക്കുക. എന്നിട്ട് തിക്കാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. എന്ന് വെച്ചാൽ വെള്ളം പോയാൽ ഇത് ലൂസാവും, പണിയാവും. അപ്പോൾ ഇതാ നല്ലപോലെ തിക്കായിട്ട്, അത്യാവശ്യം തിക്കായിട്ട് എന്നാൽ ലൂസുമാണ്. അങ്ങനെ ഒരു മാവ് ആക്കി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിലേക്കുള്ള ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരമുറിയിൽ ഒരു 1/4 ഭാഗം തേങ്ങ എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം വലിയ തേങ്ങേനും പിന്നെയെന്ന് പറയാൻ നമ്മൾ 3 കോഴിമുട്ടയല്ലേ ഉള്ളൂ, അപ്പോൾ അത്ര മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും 2 അല്ലി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1 ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു ഉള്ളീൻ്റെ 1/4 ഭാഗം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ഉള്ള ആണെങ്കിൽ ആ ഒരു പച്ചമുളക് ധാരാളമായിരിക്കും കേട്ടോ. കുട്ടികളൊക്കെ നല്ലപോലെ കഴിക്കുമല്ലോ. അല്ലെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലപോലെ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുക. ചമ്മന്തിയൊക്കെ ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു മഞ്ഞല്ലേ അതിലുള്ള ആ ഒരു യെല്ലോ കളർ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചമ്മന്തിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഈസിയാണ്. പിന്നെ മുട്ട മുറിക്കുമ്പോൾ നടു നോക്കി മുറിക്കാൻ ശ്രദ്ധിക്കുക. അതാകുമ്പോൾ ഉള്ളിൽ ഫില്ലിങ്സ് വെക്കേണ്ടതുകൊണ്ട് തന്നെ സൈഡൊക്കെ മുറിച്ചെടുക്കുകയാണെങ്കിൽ പണിയാവും. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ അതാ നമ്മൾ ആ ഒരു യെല്ലോ കളറ് ഈ ഒരു ചമ്മന്തിയിലേക്ക് എല്ലാം മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു ചമ്മന്തിയും ഈ ഒരു മുട്ടയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് കൈ കൊണ്ട് ചെയ്യുന്നതായിക്കോട്ടെ ഏറ്റവും നല്ലത്. സ്പൂൺ കൊണ്ടൊക്കെ ആകുമ്പോൾ കറക്റ്റ് ഇങ്ങോട്ട് ആയി കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്തെടുക്കുക കൈ കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മുട്ടയല്ലേ അതിലേക്ക് ഇതൊന്ന് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും. ഇതാ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുണ്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ആ ഒരു ചമ്മന്തി ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. അത് വേറൊരു ഡിഷാവും. അപ്പോൾ അതാ നമ്മൾ ആ ഒരു മാവ് നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവിലേക്ക് നമ്മൾ മുട്ട മുക്കി പൊരിക്കാൻ മാത്രമേ ഉള്ളൂ. മുട്ടയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ദാ നമ്മൾ ആ ഒരു മാവിൽ എല്ലാ മുട്ടയും നമ്മളിതുപോലെ തന്നെ മുക്കി പൊരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബജ്ജി ചെയ്യൂലേ അതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോരി മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത്
നോക്കണം. ഈ ഒരു ഇഫ്താറിന് കുറേ സ്നാക്സ് വേണമല്ലോ നമുക്ക്. അപ്പോൾ ഒരു ദിവസത്തെ സ്നാക്സ് ഇതാക്കിക്കോളേ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചമ്മന്തി ഈ ഒരു മാവിലേക്ക് മുക്കിയിട്ട് അതും പൊരിച്ചാലും നല്ല ടേസ്റ്റാണ്. ഇനി മുട്ടയൊന്നുമില്ല, അങ്ങനെ ചമ്മന്തിയാണുള്ളെങ്കിൽ അങ്ങനെ ഒരു ചമ്മന്തി ആക്കിയിട്ട് ഈ ഒരു മാവിലേക്ക് പൊരിച്ച് നോക്കും കേട്ടോ. പുതിയ ഡിഷാവും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാം നമ്മളിതുപോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കണം. എണ്ണ നല്ല ചൂട് വേണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു കടലപ്പൊടിയല്ലേ, അതുകൊണ്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ഭാഗം നല്ലോണം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് നല്ല പോലെ മുരിഞ്ഞ് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.